നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 200-ലേറെ ഹമാസ് ഭീകരർ ഇപ്പോഴും തുരങ്കങ്ങളിലുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ്. അതിനാൽ ഹമാസിനെ നശിപ്പിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് നിലവിൽ 200ഓളം ഹമാസുകാർ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയുടെ ഭാഗങ്ങളിലെ, പ്രത്യേകിച്ച് റഫായിലെ തുരങ്കങ്ങൾക്കടിയിലുണ്ട്. അവരെയെല്ലാം കണ്ടെത്തി നശിപ്പിക്കും. മഞ്ഞവരയ്ക്കുള്ളിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് ആക്രമണം തുടരുക തന്നെ ചെയ്യും. ഹമാസിന്റെ ടണലുകൾ മുഴുവനായും തരിപ്പണമാക്കാതെ ആക്രമണം നിർത്തില്ല. ഗാസയെ നിരായുധീകരിക്കും. ഹമാസ് അംഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ തുരങ്കങ്ങൾ നശിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും IDF യാതൊരു തടസ്സവുമില്ലാതെ മുന്നേറുന്നതായും കാറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കുക എന്നത് മാത്രമല്ല, ഹമാസിനെ നിരായുധീകരിച്ച് ഗാസയെ സൈനിക വിമുക്തമാക്കുക എന്നിവയും തങ്ങളുടെ ലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേലിന്റെ പുതിയ നീക്കം ഹമാസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ബന്ദികളെ വിട്ടുകൊടുക്കുന്നതോടെ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്മാറുമെന്നും ഗാസയിൽ പിടിമുറുക്കാമെന്നുമായിരുന്നു ഹമാസ് സ്വപ്നം കണ്ടിരുന്നത്. ഇതിനാൽ ഇസ്രായേൽ പിന്മാറിയ പ്രദേശങ്ങളിൽ യൂണിഫോമിലും ഇല്ലാതെയും ഹമാസ് ഭീകരർ ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. എതിരാളികളെ പരസ്യ വധശിക്ഷയ്ക്ക് വിധേയരാക്കി ജനങ്ങളെ ഭീതിപ്പെടുത്തി. ഇതിന് പിന്നാലെ വിമത ഗ്രൂപ്പുകളുമായി ഏറ്റുമുട്ടലുകളും നടന്നു. ഹമാസിനെതിരെ ജനരോഷവും ശക്തമായിരുന്നു. ഭീകരർ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഹമാസ് ഭീകരരെ നശിപ്പിക്കാതെ പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി അവർ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണവും നടത്തുന്നുണ്ട്. നേരത്തെ ബന്ദികളെ വെച്ചായിരുന്നു ഹമാസിന്റെ വിലപേശൽ. ബന്ദികളെ ചൊല്ലി ഇസ്രായേലിനുള്ളിലും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. എന്നാൽ ബന്ദികളെ കൈമാറിയതോടെ ഇസ്രായേലിന് മറ്റൊന്നും നോക്കാതെ ഹമാസിനെതിരെ നീങ്ങാമെന്ന സ്ഥിതിയാണ് കൈവന്നിരിക്കുന്നത്. ഹരിയാനയിലെ വോട്ട് തട്ടിപ്പിന് ഉപയോഗിച്ചത് തന്റെ ഫോട്ടോ തന്നെയാണെന്ന് പ്രതികരിച്ച് ബ്രസീലിയൻ മോഡൽ ലാർസ. തന്റെ ചിത്രം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണമാകുന്നുവെന്ന വാർത്തകൾ അവരെ അമ്പരപ്പിച്ചു. ഇതെന്തും ഭ്രാന്താണെന്ന് ചോദിച്ച അവർ ആളുകൾ ഇത് കണ്ട് ചിരിക്കുകയാണെന്നും പ്രതികരിച്ചു. ലാർസയുടെ ചിത്രം ഉപയോഗിച്ച് 10 ബൂത്തുകളിലായി 22 വോട്ടുകൾ ചേർത്തതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ഡിജിറ്റൽ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് അന്തർദേശീയ തലത്തിൽ വലിയ വാർത്തയായി മാറിയതോടെയാണ് തന്റെ ചിത്രം ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ ലാർസ രംഗത്ത് വന്നത്. വോട്ട് തട്ടിപ്പിന് തന്റെ ചിത്രം ഉപയോഗിച്ചത് ഉചിതമായില്ലെന്ന് അവർ പറഞ്ഞു. തന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാണിത്. ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേണ്ടി തന്നെ ഇന്ത്യക്കാരിയാക്കി മാറ്റരുതെന്നും അവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പത്രസമ്മേളനത്തിൽ ലാർസയുടെ ഫോട്ടോയുള്ള വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചതോടെ ലാർസ ആരെന്നുള്ള തെരച്ചിലായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളും ജനങ്ങളും. ഈ മോഡൽ ആരെന്ന ചോദ്യവുമായിട്ടാണ് രാഹുൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് തന്നെ. ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറായ മാത്യൂസ് ഫെറേറ പകർത്തിയ ചിത്രം സ്റ്റോക്ക് ഇമേജ് പ്ലാറ്റ്ഫോമായ അൺസ്പ്ലാഷിൽ 2017 അപ്ലോഡ് ചെയ്തത്. ഇതിനകം 4 ലക്ഷത്തിലേറെ തവണ ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പത്രസമ്മേളനത്തിന് പിന്നാലെ ലാർസയുടെ ചിത്രം വൈറലായതോടെ ബ്രസീലിലും ഇത് ചർച്ചാ വിഷയമായി. ലാർസയുടെ ചിത്രം അവിടെയും വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് അവർ പ്രതികരണവുമായി നേരിട്ടെത്തിയത്. അതേസമയം ലാർസയുടെ ചിത്രം ഉപയോഗിച്ച് ചേർത്ത 22 വോട്ടുകളിൽ 5 പേരെ ഹരിയാനയിലെ മാധ്യമങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. സ്വീറ്റി, ദർശന, പിങ്കി, മുനിഷ് ദേവി, മഞ്ജിത എന്നിവരെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. തങ്ങളുടെ ഫോട്ടോ മാറിയതായി ഇവർ സമ്മതിച്ചു. ഫോട്ടോ മാറിയതായി പരാതിപ്പെട്ടിരുന്നെന്നും തങ്ങൾ വോട്ട് ചെയ്തെന്നും ഇവരിൽ ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത്. ആരോപണത്തിൽ രേഖാമൂലം പരാതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. ബുധനാഴ്ചയാണ് ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടന്നുവെന്നും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വൻ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ച് രാഹുൽ രംഗത്തെത്തിയത്. ഇന്ത്യൻ സ്റ്റുഡന്റ് വിസ കാനഡ കൂട്ടത്തോടെ നിഷേധിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ വലിയ തോതിൽ പഠനത്തിനും തുടർന്ന് ജോലിക്കുമായി തിരഞ്ഞെടുക്കുന്ന രാജ്യമായിരുന്നു കാനഡ. പക്ഷേ ഇപ്പോൾ അവർ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ മടിക്കുന്നുവെന്നാണ് സൂചനകൾ. ഈ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് നൽകപ്പെട്ട അപേക്ഷകളിൽ 4-ൽ 3 എണ്ണവും കാനഡ തള്ളിയെന്നാണ് റിപ്പോർട്ട്. 2023 32% തിരസ്കരണം. ഈ വർഷം അത് 74% ഉയർന്നു. ഖലിസ്ഥാൻ വിഷയത്തിൽ ഇരു രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ നിലനിൽക്കുന്ന അകൽച്ചയാണ് സ്റ്റുഡന്റ് വിസകൾ കൂട്ടത്തോടെ നിഷേധിക്കുന്നതിന് കാരണമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം കാനഡയിലേക്കുള്ള അപേക്ഷകളും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. 2023 ഓഗസ്റ്റിൽ 20,900 പേർ അപേക്ഷിച്ചെങ്കിൽ 2025 ഓഗസ്റ്റിൽ അത് 4,515 കുറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരസ്യ കൂട്ടുകെട്ടിനില്ലെന്ന് UDF. കോഴിക്കോട് ജില്ലയിലടക്കം വെൽഫെയർ പാർട്ടിയുമായി പരസ്യധാരണയുണ്ടാകില്ലെന്നാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അറിയിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കൂട്ടുകെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് പുതിയ തീരുമാനം. ഇതോടെ കോഴിക്കോട് കഴിഞ്ഞ തവണ നൽകിയ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു. കോഴിക്കോട് ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് അടക്കം 33 സീറ്റിൽ കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു. മലപ്പുറത്ത് 35 കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു. മലപ്പുറത്ത് 25 സീറ്റും കോഴിക്കോട് 11 സീറ്റുമാണ് കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചത്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തമിഴ്നാട് വിരുദനഗർ ജില്ലയിലെ ബന്തൽക്കുടി സ്റ്റേഷനിലെ SI നാഗരാജൻ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബാലമുരുകനെ കണ്ടെത്താനുള്ള അന്വേഷണം ക്യൂബ്രാഞ്ച് ഏറ്റെടുത്തു.
നവംബർ 3 രാത്രിയാണ് ഇയാൾ ചാടിപ്പോയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 18 ജില്ലകളിൽ നിന്നുള്ള 121 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 1314 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത്. രാവിലെ 7-നായിരുന്നു പോളിംഗ് ആരംഭിച്ചത്. വൈകുന്നേരം 6-ന് പോളിംഗ് അവസാനിക്കും. തേജസ്വി യാദവ്, സാമ്രാട്ട് ചൗധരി, തേജ് പ്രതാപ് യാദവ്, മിതാലി താക്കൂർ അടക്കമുള്ളവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. 3.75 കോടി വോട്ടർമാരാണ് വിധി എഴുതുക. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.